പ്രാർത്ഥനയുടെ മറുപടി വൈകുന്നത് പോലെ, ദൈവം മൗനമായിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നിങ്ങൾ അറിയണം. നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ കാത്തിരുന്നവരാണ്. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചവരാണ്. അവരാരും ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തെ കാത്തിരുന്ന ഭക്തനാണ്. നമ്മുടെ ദൈവം അബ്രഹാമിൻ്റെ ദൈവമാണ്. അബ്രഹാമിൻ്റെ 75-ാമത്തെ വയസ്സിലാണ് ദൈവത്തിൻ്റെ ശബ്ദം അബ്രഹാം കേൾക്കുന്നത്. താൻ കേട്ട ദൈവിക ആലോചന അബ്രഹാം ചേർത്തു പിടിച്ചു. ആ വചനത്തിൻ്റെ നിവൃത്തി കാണുവാൻ നീണ്ട 25 വർഷമാണ് അബ്രഹാം കാത്തിരുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം മൗനമായിരിക്കുന്നത് പോലെ, മറുപടി വൈകുന്നത് പോലെയൊക്കെ അനുഭവപ്പെട്ട നിമിഷങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എങ്കിലും അബ്രഹാം ആശയ്ക്ക് വിരോധമായ ആശയോടെ ദൈവത്തിൻ്റെ വാഗ്ദത്ത വചനങ്ങൾ വിശ്വസിച്ചു, ദൈവത്തിനായി കാത്തിരുന്നു. ഇന്ന് പകൽ നിങ്ങൾക്ക് കാത്തിരിക്കാമോ? അബ്രഹാം തൻ്റെ ജീവിതത്തിലൂടെ വിളിച്ചു പറയുകയാണ്, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല. അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. അതെ, അവൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, 100-ാമത്തെ വയസ്സിലാണ് ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി അബ്രഹാം കണ്ടത്. ദൈവം വാക്കു പറഞ്ഞാൽ മാറാത്തവനാണ്. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം ഇസ്ഹാക്കിൻ്റെ ദൈവമാണ്. നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് തൻ്റെ ജീവിതത്തിൽ കഠിനമായ ക്ഷാമം വന്ന സമയത്ത് ആ ക്ഷാമത്തിൻ്റെ നടുവിൽ പിറുപിറുക്കാതെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നു. ക്ഷാമം വന്ന അതേ മണ്ണിൽ ദൈവകൃപയിൽ ആശ്രയിച്ച മനുഷ്യന് 100 മേനി വിളവാണ് ദൈവം കൊടുത്തത്. നമ്മുടെ ദൈവം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം യാക്കോബിൻ്റെ ദൈവമാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു തുണയെ ലഭിക്കേണ്ടതിന് അമ്മയുടെ ദേശത്തേക്ക് കടന്നു ചെന്ന യാക്കോബ് നീണ്ട 20 വർഷക്കാലം ചതിയുടെ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയത്. ദൈവമുണ്ടെങ്കിൽ എവിടെ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം ഇത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വേണമെങ്കിൽ ഉന്നയിക്കാവുന്ന അതികഠിനമായ ശോധനകളിലൂടെ യാക്കോബ് കടന്നുപോയി. പക്ഷേ പ്രിയപ്പെട്ടവരെ, യാക്കോബിൻ്റെ ചരിത്രം നമുക്കൊരു പാഠമാണ്. കാത്തിരുന്ന യാക്കോബിനെ ദൈവം ഇസ്രായേലാക്കി പുറത്തു കൊണ്ടുവന്നു. ഇന്നത്തെ നിന്റെ ശൂന്യതകൾ, ഒറ്റപ്പെടലുകൾ, വേദനകൾ, ചതിക്കപ്പെടുന്ന അനുഭവങ്ങൾ പോലും ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവം നന്മയാക്കി തീർക്കാൻ പോവുകയാണ്. നമ്മുടെ ദൈവം കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥന മടുത്തു പോകരുത്. നിങ്ങൾ തളർന്നു പോകരുത്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ദൈവം നിങ്ങളുടെ കണ്ണുനീര് തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. അവൻ നിങ്ങളെ നിരാശരായി വിടുകയില്ല. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത്രത്തോളം അത്ഭുതകരമായ പ്രവൃത്തികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ദൈവത്തിനായി കാത്തിരിക്കാം, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.